അമ്മേ അമ്മേ അമ്മൂൻ്റെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമല്ല 4 ദിവസം കൂടുമ്പോൾ തുണി ബെഡ്ഷീറ്റ് തിരുമ്പിയിടണം. എന്നാലാണ് ബെഡ്ഷീറ്റത്തെ നടക്കുള്ളൂ. എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ നമുക്കൊരു തൊരക്കട അതൊക്കെ തിരുമ്പിയിട്ടതാണ് കേട്ടോ. എന്നാലും പിന്നെയും എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കാര്യം എന്താണെന്നറിയോ? ബെഡ്ഷീറ്റ് തിരുമ്പാം വാഷിംഗ് മെഷീനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏതും. കാരണം ബാക്കി നമ്മുടെ മക്കളുടെ വേറെയുള്ള തുണികളൊന്നും പറ്റില്ല കേട്ടോ. കാരണം പറ്റും, നമ്മുടെ നാട്ടിൽ പറ്റില്ല. കാരണം എന്താ, ഇത് കൂടെയൊക്കെ അല്ലേ കളിക്കുന്നത്. പിന്നെ എങ്ങനെയത് ഇന്ന് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഫുൾ ക്ലീനിങ് ചെയ്തത് കൂടെയൊക്കെ എന്തോ ഒരു ചളിയായിരുന്നു. ഒക്കെ വൃത്തിയാക്കി ഇട്ടു. ഓണവെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓണവെയിൽ വരുമ്പോൾ തുണികളൊക്കെ തിരുമ്പിടണ്ടേ. കണ്ടോ കുറുക്കൻ്റെ കാര്യം. സുകന്യൊക്കെ ഇല്ലേ തുണി എടുക്കാൻ പോയിട്ട് ഇതപ്പോൾ വെയിലും മഴയും വന്നു കഴിഞ്ഞാലേ കുഞ്ഞിക്കുറുക്കൻ്റെ കല്യാണം പറയില്ലേ, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഓമന പേരുണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞിക്കുറുക്കൻ. ഒരേട്ടനുണ്ടായിരുന്നു പേര് കുഞ്ഞിക്കുറുക്കൻ. അമ്മ എഴുതി വെച്ചൊക്കെ അങ്ങനെ പറയായിരുന്നു, കുഞ്ഞിക്കുറുക്കേട്ടൻ്റെ വീട്ടിലേക്ക് വീണെന്ന്. ഇനി വേറെ എന്തെങ്കിലും പേരാണോ ഞങ്ങൾക്ക് കേട്ട ബഹുമാനം കൊണ്ട് അല്ലേ. എന്താ ഇന്ന് സുകന്യൊക്കെ തുണിയെടുക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. അവര് തുണിയെടുത്ത് വന്ന് നമ്മുടെ ഓണക്കോടി കാണണ്ടേ നിങ്ങൾക്ക്? അപ്പം അല്ലേ, കുട്ടികളുടെ ഏട്ടനെ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ഏട്ടനെ അനിയനും എടുത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ, ഞാനും സുകന്യ എടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കോപ്പി അടിച്ചിട്ട് ഒരേപോലത്തെ എടുത്ത്, ഒരേപോലത്തെ പാൻറ്റും ഒരേപോലത്തെ ടോപ്പുകളും. കളർ മാത്രം വ്യത്യാസമുണ്ട്. അത് കളർ വ്യത്യാസം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് പച്ചട്ട, അവൾ നാളെ ചോപ്പിട്ട്, ഞാൻ ചോപ്പ് ഞാനാവും, അവൾ പച്ചയും. അങ്ങനെയാണ് ഞങ്ങൾക്ക്. എല്ലാവരും അറിയും അവൾ എന്നെക്കാളും ഉയരം കുറവല്ലേ, എങ്ങനെയാണ് അത് ശരിയാവുകയെന്ന്. അത് ഞങ്ങൾ ശരിയാക്കില്ലേ സൂര്യെ? ഇല്ലെങ്കിൽ സൂര്യ നെയ്റ്റ് പോലെങ്കിലും ഇടും അവൾക്ക്. അങ്ങനെങ്കിലും അവൾ ഇടും. ബായോ അപ്പോൾ ഓണക്കോടി കാണണ്ടേ? കാണിച്ചു കൊടുക്ക്, എടുത്തിട്ട് വാ അമ്മൂന്. ഇതാ ഇനി തിരുമ്പാനുള്ള തുണികൾ കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇനിയുണ്ട് തിരുമ്പാനുള്ള തുണികൾ. എന്താ വെച്ചാൽ ഇന്നലെയൊന്നും പെയ്യാതെ ഇരുന്നിട്ട് ഇന്നും നമ്മുടെ ശരിയായിട്ടൊന്നുമില്ല കേട്ടോ. കടന്നു കഴിഞ്ഞ് വെച്ചാൽ അങ്ങനെ കിടക്കുള്ളൂ. കിടക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇനി കിച്ചുവിന് പാൻറ്റ് വാങ്ങണം കേട്ടോ. കിച്ചുട്ടന് പാൻറ്റ് വാങ്ങണം. ബാക്കി ഒട്ടുമിക്ക ആൾക്കാർക്കും ആയി. ഇന്നിപ്പോൾ അനിയനും ഇവരെല്ലാരും പാടെ പോയിട്ട് എടുത്തേക്കണോ. കുഞ്ഞാ നീ വല്യമ്മയുടെ വക വേണ്ടല്ലോ. വാടോ നീ വല്യമ്മയുടെ വക ചോദിക്കണേ, വല്യമ്മയുടെ വക എടുക്കണില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം വല്യമ്മ എടുത്തിരുന്നില്ല, വല്യമ്മയ്ക്ക് ഇപ്രാവശ്യം എടുക്കാൻ പറ്റില്ല പറഞ്ഞു കേട്ടോ. പോയി എടുത്തിട്ട് വന്നതാ ഒരു മിഡിയും ടോപ്പ്, ഒരു ഉടുപ്പ്. ഇതാ അമ്മൂന്റെ ഇട്ടപ്പോ നല്ല രസമുണ്ട് കേട്ടോ. അമ്മു കാരണം അമ്മു നോക്കിയൊക്കെ ഒരു 5 വയസ്സുള്ള കുട്ടിക്കിടാൻ പറ്റുന്നതല്ല. ഇത്രയേ ഉള്ളൂ. അമ്മു അച്ചുവിന്റെ എവിടെ? അച്ചുട്ടിയെ അതിന് അമ്മ പറയണ പോലെ ഉടുപ്പിട്ട് നടക്കണ ഇപ്പല്ലേ ഈ കുട്ടികൾക്ക് ഉടുപ്പ് ചുരിദാർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര മടിയാണ് പറഞ്ഞല്ലേ. എന്നാ ആ സമയത്ത് ഇങ്ങനെയുള്ള കോലങ്ങളൊക്കെ കെട്ടുവെച്ചാലേ അവർക്ക് ഇഷ്ടമാണ്. അവളുടെ കൈ നല്ല നീളല്ലേ, നല്ല കൈ നീളല്ലേ. എടുക്കാനാ ഒരു ദിവസം തരഞ്ഞ് അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമായമ്മ? അമ്മ പറയുന്ന കേട്ടോ. ഇതെന്താ അച്ഛൻ ഇങ്ങനെ നടക്കുന്ന പാന്റ്? അച്ഛമ്മ പറയുന്ന കേട്ടോ. അമ്മൂട്ടി പറയുന്ന കേട്ടോ. അമ്മ എന്നിട്ട് അതല്ല രസം, അതല്ല രസം. എന്താ അനിയേട്ട് അമ്മോ മുടി ലെയർ കട്ടായിട്ട് മുടി മുറിക്കണം പറഞ്ഞിട്ടോ.
അമ്മൂന് ഇത്രയ്ക്ക് മുടി വരുമ്പോൾ അമ്മു അപ്പം അതെത്ര നീളത്തിൽ വെട്ടും. ഇത്രയ്ക്ക് മുടി, കാരണം അമ്മൂന് മുടി വളരുന്നതാണ് കേട്ടോ. പക്ഷെ അമ്മു നോക്കില്ല. എന്നിട്ട് ഞാൻ അമ്മു എന്നാ ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമാണ് മുടി വളർത്ത. അവ വെട്ടണട്ട അമ്മ പറഞ്ഞു, മുടി വെട്ടണട്ട അമ്മ പറഞ്ഞു. വേഗം അനിയേട്ടൻ പറഞ്ഞു മുടിയല്ലേ വെട്ടണു, ഞാൻ പറയണില്ല പറഞ്ഞു. 2 വാക്ക് പറയുമ്പോൾ മുടി വെട്ടണ്ടാണ്. പണ്ടാണല്ലേ ഈ അരക്ക്. പക്ഷെ നമ്മുടെ ചില കുട്ടികൾക്ക് മക്കൾക്കേ മുടി ഇഷ്ടമാണ്. എന്തൊക്കെ കാര്യം തേക്കണു? ഇവർക്ക് 2 പേർക്കും മുടി വളരുന്ന മക്കളാട്ടോ. 2 പേരും വളർത്തില്ല. അമ്മൂനും ഇഷ്ടമല്ല, അച്ഛനും ഇഷ്ടമല്ല. ഇത്ര മുടി അത്ര പാടുള്ളൂ. ഞാൻ ഇപ്പൊ സാരി ഉടുത്തപ്പോല്ലേ അമ്മൂന് മുടിയുള്ളതും കൊണ്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നില്ലേ, ഫ്രണ്ടിക്കൊക്കെ ഇങ്ങനെ മുടിയിട്ട പോലെ. അമ്മ ആ ഇവിടേക്ക് വരെ മുടിയുള്ളതും കൊണ്ട് നല്ല രസമുണ്ട്. നിന്റെ കാണിച്ചു തരാം കേട്ടോ. അമ്മ നിന്റെ ഓണക്കോടി അവളുടെ സുകന്യയുടെ അടിക്കാൻ കൊടുത്തോട്ടോ. ഞാൻ എന്റെ അടിക്കണ്ടായിരുന്നു. മുന്തിരിക്കളർ. സുകന്യയുടെ ഏത് കളറാ? റെഡ്. ഡാർക്ക് ബ്ലൂ. ഈ ഒരു ബ്ലൂ. ഇതാ നേവി ബ്ലൂ. കണ്ടില്ല അമ്മയ്ക്ക് എത്ര കൂടെ തൃപ്തിയായിട്ട് തോന്നുന്നുണ്ട്. ചെറുപയർ വെച്ച നല്ലതല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എംബ്രോയിഡിങ് അല്ലത്? എംബ്രോയിഡിങ് അല്ല, പ്രിന്റ് ആണ്. പ്രിന്റ് ആണത്. കണ്ടോ? പിന്നെന്താണെന്നറിയോ, നമ്മള് 4 എണ്ണം എടുത്തു. എനിക്കും 2 എണ്ണം, സുകന്യക്ക് 2 എണ്ണം. എനിക്കെങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ ഓരോ ആവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അങ്ങനത്തെ. പിന്നെ ഇപ്പം ഞാൻ എടുക്കണ ചുരിദാർ മുഴുവൻ അങ്ങനത്തെ ചുരിദാറുകൾ എടുക്കുള്ളൂ. ഓപ്പൺ ഉള്ളത് എടുക്കണേ ഇല്ല. ഇതാവുമ്പോൾ എന്താണെന്നറിയോ, പോക്കറ്റ് ഉള്ളത് എടുക്കണം വിചാരിച്ചാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ പോക്കറ്റ് ഉള്ളതില്ല. എൻ്റെ ആ വൈലറ്റ് ചുരിദാറിന് കണ്ടോ പോക്കറ്റ്? അത് നല്ല ചുരിദാറല്ലേ? വൈലറ്റ് ചുരിദാർ. ആ ചുരിദാർ നല്ല രസമുണ്ട്. എനിക്കത് കോഴിക്കോട്ടത്തെ ശോഭ ചേച്ചിയും ഒക്കെ തന്നതാണ് കേട്ടോ. ഒരു പച്ചേ അമ്മുട്ടിക്ക് അച്ചുട്ടിക്ക് ഒരു ലൈറ്റ് കളറുകളും എനിക്കൊരു വയലറ്റും. അപ്പൊ തുണി തന്നെ കൊടുത്തോ? ഓ ഞാൻ അവളും പാടെ പോയിട്ട് കിട്ടുവോ? അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ അല്ലേ? എന്താ തലേ പേന്. അത് പാവങ്ങളെ ജീവിച്ചോട്ടെ. ഓ ഓഹോ മര്യാദക്ക് അച്ഛന്റെ ഫോണോടെ കൊണ്ടുകൊടുത്തോ? 1000 റുപ്യ. ആർക്ക്? സച്ചോട്ടനോ? അവിടെ പോയിട്ട് വാങ്ങിട്ട് വന്നല്ലേ, വലിയച്ഛൻ കൊടുക്കും പറ. 2 സോഡ വാങ്ങിയാ മതിട്ടോ. സോഡ വാങ്ങാൻ ഒരു തന്ത്രങ്ങളാണ്. അപ്പോഴേ സച്ചുവിനത്രേ. അപ്പോഴേ നമ്മള് ഓണം പറഞ്ഞ് നാളെ മുതൽ ഓണം തുടങ്ങുകയാണ് അല്ലേ? പൂരാടെ കുട്ടികളുടെ ഓണം എന്നല്ലേ പറയുമ്പോ? നാളെ പൂരാടൻ ദിവസം കുട്ടികളുടെ ഓണം. മറ്റേതെന്താ ഉത്രാടം? ആരുടെ ഓണമ്മ? ഉത്രാടം വലിയൊരു ഓണം. ഇല്ല, നമ്മള് ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ അമ്മയ്ക്ക് ഏത് സാരിയാ പറഞ്ഞപ്പോ അമ്മയ്ക്ക് ആ കളർ സാരി ഇഷ്ടായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞോന്ന്. അമ്മ അതല്ല പറഞ്ഞത്. അമ്മ എന്താ ഉദ്ദേശിച്ചെന്നറിയോ? അമ്മയ്ക്ക് വേണ്ട, അത് വിറ്റ് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളി, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് അമ്മ. എനിക്ക് സെലക്ഷൻ ഇല്ല, അത് നിങ്ങളുടെ അമ്മയ്ക്കും കൂടി ഇഷ്ടായില്ല. അമ്മയ്ക്ക് ഇഷ്ടമായിട്ടാണ് ഇപ്പൊ ഇത്രയൊക്കെ സാരി കൊണ്ടുവന്നൊക്കെ പോയത്. രാത്രി 2 മണി 2 ഓർക്കൊഴിച്ച് ഞാൻ എന്താ പറഞ്ഞറിയോ? എന്റെ ഇപ്പൊ കഴിഞ്ഞ മാസത്തിലല്ലേ ഞാൻ 2 സാരി കൊണ്ട് വാങ്ങിയത്.
പിന്നെ എന്തിനാ അത് വെറുതെ ഇങ്ങനെ വാങ്ങിക്കൂട്ടിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ്. ദാ ഇപ്പൊ അമ്മ ഉടുത്തിരിക്കുന്ന ഇത് കിട്ടുമ്പോഴേക്കും ഇങ്ങനെ ആക്കിയാ ഓ പിന്നെ എന്താ പിന്നെ ചെയ്യാ? അമ്മ ഉടുക്കണ സാരി കണ്ടതാ ഏട്ടന്റെ അമ്മ ഉടുക്കണത് ഓൾഡ് മോഡലാണെന്ന്. ഇങ്ങനത്തെ സാരികൾ ഉടുക്കാൻ എത്ര അമ്മമാരുണ്ട് പറഞ്ഞിട്ടാ ഞാൻ ഓൾഡ് മോഡൽ അമ്മമാരെടുക്കുന്നത് അമ്മമാരെടുക്കണ സാരിയാണ്. ഞാൻ പറയട്ടെ ഇങ്ങനത്തെ സാരി ഞാൻ കൊണ്ടുവന്നിട്ട് ആ സാരി ഞാൻ രണ്ടാമത് റീസ്റ്റോക്ക് ഇറക്കി. ഒരു ഇത് പ്രാവശ്യമല്ല നല്ല സാരിയാണേ ഈ കളറേ. ഇത് കാലത്രയെന്നറിയോ? അതിനെ എന്റെ കൈ കിട്ടിയിട്ട് ഇപ്പൊ അമ്മ എടുത്തതും ഇതേപോലെ അമ്മ എടുത്ത സാരിയാണോ സുകന്യെ ആ സാരി എടുക്ക അവിടെ മേശയില്. നമുക്ക് വില കൊള്ളാൻ ഏയ് പറ്റില്ല. അതൊന്നും നോക്കിയിട്ട് അപ്പൊ കാര്യമില്ല. ഇന്ന് നമുക്കൊരു മെസ്സേജ് വന്നു. ഇന്നിപ്പോ നമുക്കൊരു മെസ്സേജ് വന്നു കേട്ടോ. നല്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ പറ്റി സാരിയിൽ ഒരു പരാതിയില്ല. അപ്പൊ എല്ലാം ഇഷ്ടാ. അത് പറഞ്ഞിട്ട് എല്ലാ സാരിയും അമ്മയുടെ സാരി അവിടെ ഒരു ബിഷോപ്പറിൽ ഉണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ അമ്മയ്ക്കുണ്ട്, അതുകൊണ്ട് അമ്മ വേണ്ടാന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അല്ലാതെ സെലക്ഷൻ മോശമായിട്ടൊന്നല്ല, അവർക്ക് എല്ലാതും എല്ലാവർക്കും ഇഷ്ടമായതും കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ 5, 6, 7 പ്രാവശ്യം അപ്പോൾ അതൊരു ചെമ്പരത്തിയുടെ സാരി പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റീസ്റ്റോക്ക് ചേച്ചി റീസ്റ്റോക്ക് ചെമ്പരത്തി മറ്റേ ആമ്പല് മറ്റേ ശംഖുപുഷ്പം ശംഖുപുഷ്പൊക്കെ എത്ര പ്രാവശ്യമാണ് റീസ്റ്റോക്ക് ചെയ്തത്. ഇതാണ് ഏട്ടന്റെ അമ്മ എടുത്ത സാരി കേട്ടോ. ഇതാണ്ടോ, ഇത് മതി അമ്മയ്ക്ക്, ഈ സാരി മതി എന്ന് പറഞ്ഞിട്ട് അമ്മ എടുത്തതാണ്. നല്ല കളറാണ്. ഇതാണ് അമ്മ എടുത്ത സാരി കേട്ടോ. ഞാനപ്പോൾ മറ്റേ സാരി കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു, അത് ഓർഡർ വന്നപ്പോൾ അമ്മ പറഞ്ഞു അത് കൊടുത്തോ, എനിക്കിത് മതി, എനിക്ക് ഡെയിലി ഉപയോഗിക്കാനൊന്നുമല്ല, എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കും. അമ്മയ്ക്ക് ഇതേപോലത്തെ പച്ച സാരി എൻ്റെ അമ്മയ്ക്ക് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടോ. അപ്പം അമ്മ എന്താണ്, നീ അവിടെ എടുത്ത് വെച്ചാലേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തല്ലേ അമ്മ. ഞാൻ പറഞ്ഞു ഇത് എടുത്താൽ മതി. ഇതിൻ്റെ ഒരു റോസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒരു സെറ്റും കൂടിയും കൊണ്ടുവന്നു, അതും പോയിട്ടോ. ഇനി ആകെ ഒരു എന്താ കിളിപ്പച്ച കളർ സാരി ഉണ്ട്. അപ്പോൾ നമ്മുടെ സാരി ഇപ്രാവശ്യം സാരി എടുത്തതൊക്കെ അല്ലേ വേഗം നമ്മുടെ സെയിലായിട്ടോ. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ, കുറേ പേര് വോയിസ് ഇട്ടിട്ടുണ്ട്, കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കുറേ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ചേച്ചി വളരെയധികം സന്തോഷം. എന്നെ കയ്യിൽ കെട്ടി. നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് വന്നു, എനിക്ക് പോസ്റ്റ് വഴി. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം കളറാക്കാൻ നല്ലൊരു സെറ്റ് സാരി സൂപ്പറായിട്ടുണ്ട്. നല്ല ക്ലോത്തും നല്ല ക്വാളിറ്റിയും, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല ബ്ലൗസ് പീസും സൂപ്പറാണ്. അതിൽ എല്ലാം നല്ല ഉണ്ട്. ചില സാരിക്ക് നമ്മൾ നോക്കുമ്പോൾ ബ്ലൗസിന് കുറവായിരിക്കും, ഇതൊന്നുമില്ല, നല്ല ക്ലോത്ത് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ആദ്യത്തെ വീട്ടില് വെള്ളം വീഴുന്നുണ്ടോ? അവരറിഞ്ഞിട്ടുണ്ടാവില്ല. ഫ്രീ ഉണ്ട് തോന്നും, ഫ്രീ ഉണ്ട് ചിലപ്പോ. പിന്നെ നമ്മുടെ മോട്ടർ എന്ന് പറഞ്ഞിട്ട് എന്താ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് വെള്ളം പോലും അല്ലമ്മ. അപ്പോഴേ കുറേ കൂട്ടുകാരില്ലേ നമുക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാതും പാടെ നമുക്ക് കേൾപ്പിക്കാൻ തന്നു കഴിഞ്ഞാൽ വെച്ചാലില്ലേ എന്താണ്. അപ്പോൾ നമ്മൾ കൊടുത്തതില്ലേ ആരും നമ്മുടെ അടുത്ത് ഇതുവരെ മോശമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ലതല്ല നല്ലതാണ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ബോംബെക്കാണോ വെച്ചാലും ചെന്നൈക്കാണോ വെച്ചാലും ഒക്കെ ഇതാ ആദ്യം ഓർഡർ ചെയ്ത ആൾക്കാർ പിന്നെയും ചെയ്തേക്കണു. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ ഫസ്റ്റ് ഓർഡർ ചെയ്തത് പ്രേമവല്ലി ടീച്ചറിൻ്റെ തന്നെ 3ാമത്തെ ഓർഡറിൽ 3 ഓർഡർ കഴിഞ്ഞ് ടീച്ചർ എന്നിട്ട് പറഞ്ഞിരുന്നു പ്രസി ഞാൻ 3ാമത്തെ ഓർഡർ ചെയ്തതും കിട്ടിയിട്ടോന്ന്. ബിന്ദു ചേച്ചി, അങ്ങനെ ഒരുപാട് പേര്. ഇപ്പം ഇന്ന് നമുക്ക് ഓർഡർ വന്നത് തന്നെ ആദ്യം ഓർഡർ തന്നവർ തന്നെയാണ് പിന്നെയും തന്നിരിക്കുന്നത് കേട്ടോ. തുണി നല്ലതാണ് എന്ന് പറഞ്ഞിട്ടും ചില ആൾക്കാർ പറയും ഫോണിൽ കാണുന്നേക്കാളിലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തർ ആദ്യം വാങ്ങിയവര് പിന്നെയും വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമല്ലേ അല്ലേ. ഇപ്പൊ ചുരിദാർ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. നല്ല സാധനം കൊണ്ടുവന്നു ഞങ്ങൾ തന്നെ ചുരിദാർ വില കുറഞ്ഞ ചപ്പച്ചവറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ വലിയ അന്വേഷണം ഉണ്ടായില്ല. ഇപ്പൊ ഇതില് അന്വേഷണം തന്നെ ഉണ്ടാവും. വില കുറഞ്ഞത് എന്ന് പറഞ്ഞു വെച്ചാൽ അമ്മമാർ ഉടുക്കുന്ന സാരികൾ നമ്മള് അങ്ങനത്തെ സാധനങ്ങൾക്ക് ക്വാളിറ്റിയുടെ വില ഉണ്ടാവും. അമ്മമാർ ഉടുക്കുന്ന സാരി നമ്മളില്ലേ അവര് കൊണ്ടുവന്ന സാരികൾ ഫുള്ള് നമ്മൾ കുറച്ച് അത്യാവശ്യം വില. പിന്നെ ഞാൻ പറയട്ടെ, ഒരു സെറ്റ് മുണ്ടാണോ വെച്ചാലും ഒരു സെറ്റ് സാരിയാണോ വെച്ചാലും നമ്മൾ മില്ലിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ഓരോടത്ത് പോയി കഴിഞ്ഞ് അത് തിരഞ്ഞ് നല്ലത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വില കൊടുക്കേണ്ടി വരില്ലേ. ഞാൻ പറയട്ടെ, 200 രൂപയ്ക്കും സെറ്റ് മുണ്ട് കിട്ടും. 200 രൂപയ്ക്കും ചിലയിടത്ത് കിട്ടും. 200 രൂപയ്ക്കും കിട്ടും
500 രൂപയ്ക്കും കിട്ടും, 800 രൂപയ്ക്കും കിട്ടും, 1000 രൂപയ്ക്കും കിട്ടും, 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കും കിട്ടും. പക്ഷെ ഈ വലിയ വലിയ കടയിൽ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വിലകളില്ലേ, നല്ല ഇഴയെടുപ്പുള്ള നല്ല ഡിസൈൻ കിട്ടണമെങ്കിൽ നല്ല പൈസ വരും. നല്ല പൈസ വേണം കേട്ടോ. ചായരിപ്പ് പോലുള്ള തുണിയെ മതിച്ചെങ്കിൽ അതിന് പൈസ ഒന്നും കാര്യമായിട്ട് വേണ്ട. നമ്മളിവിടെ നമ്മുടെ ഈ അടുത്തുള്ള നെയ്ത്ത് ഗ്രാമത്തിൽ നമ്മൾ പോയി നോക്കിയിട്ട് സാധനം അവിടെ നിൽക്കാൻ വല പോലെ ചായരിപ്പ് പോലെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പുറം കാണും. അങ്ങനെയുള്ള നമ്മൾ നോക്കിയിട്ട് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ നമ്മള്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് പോയി എടുക്കാൻ നല്ല സുഖമാണ്, നല്ല സൗകര്യമാണ്. ആകെ ഒരു 15 കിലോമീറ്റർ കൂടി ഓടിയാൽ മതി, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സാധനം കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ചിലപ്പോൾ സമയത്ത് ചില കൂട്ടുകാർ ഇങ്ങനെ പറയുമ്പോഴേക്കും GPay ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ സാധനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയും സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചപ്പം തന്നെ നമ്മൾ വേറെ അവർ ചിലർ പറയും വേണ്ട പ്രസി കാത്തു നിന്നോ അടുത്തതിൽ വരുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ പൈസ തിരിച്ച് റിട്ടേൺ ആയിക്കോട്ടോ. നമ്മൾ ഒരാൾ അടുത്ത പ്രാവശ്യം എന്താ പ്രശ്നം, ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റോക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പൈസ നമ്മളൊരാളെ പറ്റിക്കണ പോലെ ആവരുത് എന്ന് വിചാരിച്ചാൽ അത്രയും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു തുണിക്കടയിൽ പോയി വിചാരിച്ചോ, ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ തുണി എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ആ തുണി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാറ്റി തരുകയുള്ളൂ, അല്ലാതെ അതിന്റെ പൈസ നമ്മൾ ആർക്കെങ്കിലും തരും. ഞങ്ങളുടെ ഇവിടെ ഒന്നും എവിടെ ഇല്ല. 10 രൂപ ഉള്ളത് പൈസ. അപ്പോൾ ഒരു കാര്യം ഇന്നിപ്പോൾ നമുക്കൊരു വീഡിയോയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരമ്മയ്ക്ക്, കോഴിക്കോടുള്ള ഒരമ്മയ്ക്ക് ഒരു സാരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അയച്ചു തന്നിരുന്നു. പക്ഷേ ഞാൻ ഈ ഫോണിലെ അഡ്രസ്സ് പേപ്പറിലെ അഡ്രസ്സ് എഴുതിയെടുക്കാൻ മറന്നതുകൊണ്ട് ഫോണിലാണ് അത് കിട്ടിയത്. ആ ഫോണിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ കുറേ മെസ്സേജ് വന്നിട്ട് ആ മെസ്സേജ് കാണുന്നില്ല. നമ്മൾ സേവ് ചെയ്ത് വെച്ചില്ല. ഞങ്ങൾ അന്ന് എവിടേക്ക് കണ്ണൂർ പോണ സമയത്താണ് അതിൽ മെസ്സേജ് നമ്മുടെ ഫോണിൽ വന്ന്. കണ്ണൂർ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ഓർമ്മയെ പോയില്ല കേട്ടാ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നപ്പോഴേക്കും ഓരോ തിരക്കുകൾ കാരണം ഇതിൻ്റെ ഇടയിൽ കണ്ണൂർ പോയെന്ന് പറയുന്നുണ്ടാവില്ലേ, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കണ്ണൂരൊക്കെ പോയിരുന്നു കേട്ടോ. കണ്ണൂർ അതൊന്നും നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് മാത്രം. എന്നാലും നമ്മൾ വീഡിയോ ഒന്നും നിർത്താതെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ അതിൽ മറന്നുപോയി. ഈ വീഡിയോ മറ്റും ആ അമ്മ കാണുന്നുണ്ട് പറഞ്ഞു വെച്ചാൽ അമ്മയിൽ നമ്മുടെ അടുത്ത വീടുത്തെ ഏതൊരു കുട്ടിയാണ് അഡ്രസ്സ് അയച്ചതെന്ന്. ആ അമ്മ കാണുന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഒന്നും കൂടി വേറെ ആരുടെയും ഫോണിൽ നിന്നാണ്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ അമ്മ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്രസ്സ് ഒന്നും കൂടി ഇടണേ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ അമ്മയ്ക്കൊരു സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ ബാക്കി കുറേ പേർക്ക് ഇങ്ങനെ അഡ്രസ്സ് അയച്ചു തന്നവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് പേഴ്സണലായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത് കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തതും ചെയ്യാത്തതും. കാരണം നമ്മള് ഞാനായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു നമ്മളത് കൊടുത്തു. ഇനിയിപ്പോ അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു നമ്മൾ അവരെ ഇടങ്ങറാക്കാൻ പാടില്ല. ഇന്നോടത്തേക്കാ നമ്മള് പ്രത്യേകം പറഞ്ഞാലോ അത് വാങ്ങാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണ് കൊടുക്കുക എന്നുള്ള പറയുന്നതാണ്. അപ്പൊ പിന്നെ അങ്ങനത്തെ വന്ന് ചോദിക്കും പിന്നെ അവർ അങ്ങനെയാന്നുള്ളത് ബാക്കിയുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതേപോലെ ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നാണ്. നമ്മുടെ ഒരു കറുപ്പ് സെറ്റുമുണ്ട്. അപ്പോൾ കറുപ്പ് സെറ്റുമുണ്ട് രാവിലെ വന്നിട്ട് ചേച്ചി ഇതിന് എത്ര വില എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വില പറഞ്ഞു. അപ്പോൾ കമ്മിയാക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എനിക്ക് എങ്ങനെയാണ് കമ്മിയാക്കാൻ പറ്റുക? ഇവരുടെ പൈസ എടുത്തിട്ട് ഇവർ ചെയ്യുന്നതിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നല്ലാതെ എനിക്കതൊന്ന് പറയാൻ പറ്റുമോ? അനിയ ഒരു 5000 ഇങ്ങനെ പൈസ അത്രയും കുറച്ച് കൊടുക്കുക ഇത്രയും കുറച്ച്. കാരണം അവരാണ് ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്ത് കുറേ ബാധ്യതകൾ വെച്ചിട്ടാണ് ഇപ്പുറത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്കതിന് പറയാൻ പറ്റില്ല. അവരവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരവർക്കാണല്ലോ ഉത്തരവാദിത്തമുള്ളൂ. എൻ്റെ കാര്യം എന്താ, എനിക്ക് വീഡിയോ എടുത്ത് കൊടുക്കുക. ഇനി ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ അത് സംസാരിച്ച് അത് പിടിച്ച് അതിൽ വെക്കുക. എൻ്റെ അക്കൗണ്ടിലേക്കും കൂടി അല്ല 10 രൂപ വരുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മളതിൽ ഫുൾ ടൈം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ 10 പേർക്ക് ഓണക്കോടി കൊടുക്കുകയും ചെയ്തു. 10 പേർക്ക് എന്ന് പറഞ്ഞത് 12 പേർക്ക് നമ്മൾ കൊടുത്ത് ഓണക്കോടി കൊടുത്ത്. അപ്പം അതിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നിട്ട് എനിക്കതിൽ ഭയങ്കര വിഷമമായിട്ടോ. നിങ്ങളൊക്കെ യൂട്യൂബർമാരല്ലേ, നിങ്ങൾ തരേണ്ടതല്ലേ. നമ്മൾ ഈ 12 പേർക്ക് കൊടുത്തു. നമ്മുടെ ഈ വീഡിയോ ഈ 4 വർഷമായിട്ട് കാണുന്ന കൂട്ടുകാർക്കാണോ വെച്ചാൽ അറിയാം നമ്മുടെ സാഹചര്യങ്ങൾ. എന്നിട്ട് നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അതിന് പറയാം കൊടുക്കാതിരിക്കലല്ല ചെയ്തത്. നമ്മൾ 10 കൊടുത്തില്ലേ. ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ കിട്ടിയ ഒരു സാഹചര്യം വരുമ്പോൾ അല്ലാതെ നമ്മൾ ഞാൻ പറയില്ലേ നമ്മുടെ വീടിൻ്റെ ലോണ് ഇരിക്കണു, ഗോൾഡ് കൊണ്ട് പണയം വെച്ചത് അപ്പുറത്തിരിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. 2 കുടുംബമില്ലേ, ഇത്രയും ആൾക്കാരില്ലേ, ചെലവൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് ചെയ്യുമ്പോഴും ഒരു അളവിന് എന്നിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി കാറും
വീടൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, എനിക്ക് നമ്മൾ ഒതുങ്ങുന്ന കാര്യങ്ങൾ, വലിയ ബാധ്യത ഇനി നമുക്ക് വരുത്താതിരിക്കാനുള്ള ഇപ്പൊ കാര്യങ്ങൾ, അത് കൊടുക്കുമ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവും. വാങ്ങണവർക്ക് ഇപ്പൊ എങ്ങനെയാ സന്തോഷിക്കുക, പക്ഷെ കൊടുക്കുന്ന നമുക്കൊരു സമാധാനം, സന്തോഷം വേണ്ടേ? സമാധാനം. പിന്നെ ഞാൻ നമ്മൾ പറയാം, അതാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു സന്തോഷം വേണ്ടേ? നല്ല കാര്യല്ലേ അമ്മ ചെയ്യണത്, തുണി കൊടുക്കണത് അല്ലേ നമ്മള് അല്ലേ? ഇപ്പൊ പ്രാവശ്യം ഇപ്പൊ അങ്ങനെ ചെയ്തു, അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ ചെയ്യാൻ വലിയ രീതിയിൽ ചെയ്യാൻ ആവട്ടെ. പറ്റില്ല, അപ്പൊ നമുക്ക് പറ്റും പോലെ ഇപ്പൊ കൊടുക്കാം. ഇത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആരാന്നറിയോ? നമ്മുടെ അടുത്തുനിന്ന് ഓരോന്ന് വാങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. നമ്മൾ കൊടുത്തു എന്നല്ല, നിങ്ങൾ കൊടുത്തു എന്നാണ് പറയേണ്ടത്. കാരണം നിങ്ങളാണ് അതിന് മുൻതൂക്കം തന്നത്. നമ്മുടെ മനസ്സിൽ ഈ ഒരു ആശയം ഉണ്ടെങ്കിലും നിങ്ങളത് വാങ്ങിയതും കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് അത് നടക്കൂല. അതും വേണ്ടേ പറയാ. അപ്പോൾ എന്താ പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട്, അത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. എത്ര ഇപ്പൊ ഞാൻ കമന്റ് കണ്ടപ്പോഴേ ആകെ അന്തം വിട്ടു. പ്രസിയുടെ അമ്മയ്ക്കും കൂടി അത് ഇഷ്ടമായില്ല സെലക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞു, വിചാരിച്ചു ഭഗവാന് ഇത്രയും സാരികൾ ഞാനാ സെലക്ട് ചെയ്ത്. കാരണം ഏട്ടനോ അനിയനോ ഒന്നും അല്ല, ഇവരൊക്കെ മാറി നിൽക്കുക എന്നല്ലാതെ ഒരു സാരി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തുണി ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പറയും, ഏയ് അവളും അവിടെ പോയി കഴിഞ്ഞാൽ ചീത്ത അറിയാം. അവരുടെ മുമ്പിൽ വെച്ചിട്ട് അനിയട്ടൻ പറയണേ, അവൾ അവിടെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ പറയും, ഇത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് ഇത് വിറ്റ് പോകാത്തതെന്ന് പറയും. അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി പറഞ്ഞ പ്രാവശ്യമേ. അപ്പോൾ അങ്ങനെയാണ് അനിയട്ടൻ പറയുക. അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ കടയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് അറിയാം, ഗുരുവായൂരപ്പ തെറ്റ് പറ്റരുതേ. കാരണം നമ്മളിത് കടം വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിലേക്ക് തോന്നണത് നിങ്ങൾ മുമ്പിൽ കാണിച്ചു തരണേന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു കടയിലേക്ക് കയറുക. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലേ അമ്മ? അപ്പം മൂപ്പരാൾ കാണിച്ചു തരുന്ന ഓരോ വഴികളാണ് ഇതൊക്കെ. എനിക്ക് ഏറ്റവും, ഞാൻ എപ്പോഴും പറയില്ലേ, ഇവരാണോ വെച്ചാലും ഇനി താഴെയുള്ളവരാണോ വെച്ചാലും എൻ്റെ വീട്ടുകാരാണോ വെച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ നമ്മൾ ആരുടെയും ഒരു ഇതില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി അവർ ഇങ്ങനെ എന്താ നമുക്ക് വോയിസ് ഇട്ട പോലെ ഏട്ടാ, അവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ്. പോവാ അമ്മമ്മ കഥ കേട്ടിരിക്കുകയാണ് ഇവിടെ. ഞാന് അമ്മേനെ ഇന്ന് കല്ലടിക്കോട് കൊണ്ടേക്കിട്ട് വരണം എന്നുണ്ട് കേട്ടോ. കുട്ടികളും ഉണ്ട്. അപ്പൊ അവരെ കല്ലടിക്കോട് ഇനിയിപ്പോ ഇവരുണ്ട്. ഇവരിനി ഉത്രാടം ദിവസം വരില്ലേ? നോക്കട്ടേന്നോ. നമ്മുടെ ഇവിടുത്തെ ഒരു മാറ്റം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴൊക്കെ അധികം ആൾക്കാരും ഇല്ലേ കാറ്ററിംഗ് ഏൽപ്പിച്ചക്ക് സദ്യ 5 പേർക്ക് 1300 രൂപ. ഇലയും കൂടിയും ഉണ്ട് ഇത്രേ. നമ്മുടെ നാട്ടും പുറത്തും കൂടി ഇപ്പൊ ഈ ഒരു മോഡേൺ അമ്മയൊക്കെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വിശേഷം ഇതാ എന്റെ പൊന്നൂസിന്റെ വിമാനം കണ്ടോ? വിമാനം നാളെ കാണിച്ചു തരാം അവർ ഓണക്കൊടി. സ്റ്റിക്കറുകളൊക്കെ കീറി കളഞ്ഞു. അപ്പൊ സ്റ്റിക്കറിന്റെ ഒരു സൈഡ് നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് അതെ.